ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയന, ആദർശ, കിരണ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിരൺ ചോദിക്കുകയാണ് ആദർശനോട്, നിനക്ക് എന്താ ആദർശേ, ഇനിയിപ്പം അവളെ മോളായിട്ട് നിനക്ക് കണ്ടുകൂടെ? നയനെ അവളെ അമ്മയായിട്ട് കാണുന്നുണ്ട്, നയനെ അവളെ മോളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ അങ്കിളെ വിളിയൊക്കെ മാറ്റി നിന്നെ അച്ഛാന്ന് വിളിപ്പിച്ചൂടെ? ഇത് കേട്ടത് നമ്മുടെ ആദർശം ഒന്ന് ഞെട്ടി. ആദർശ് പറഞ്ഞു, അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവളുടെ അച്ഛൻ അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതാരാണെങ്കിലും കണ്ടുപിടിക്കണം. പിന്നെ മുത്തച്ഛൻ അവളെ വീട്ടില് കൂട്ടിക്കൊണ്ട് വന്നത് വീട്ടിലെ ഒരു കൊച്ചുമകളായിട്ട് തന്നെയാണ്. അതിപ്പം സത്യമാണോ, ഇനിയിപ്പം ആരെങ്കിലും വെറുതെ പറയുന്നതാണോ എന്നൊന്നും അറിയില്ല. എങ്കിലും മുത്തച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ കിരണേ. മുത്തച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാ. അതെനിക്കറിയാം. ദേ മൂർത്തി മുത്തച്ഛന്റെ കാര്യം നീ പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല ആദർശേ, നന്നായിട്ട് അറിയാം. എനിക്ക് മാത്രമല്ല, ദേ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാം. ഈ അനാഥാലയങ്ങൾക്കൊക്കെ എല്ലാ ആഴ്ചയിലും അന്നദാനം കൊടുക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് തെരഞ്ഞു കണ്ടുപിടിച്ച് സഹായം ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ ഈ മൂർത്തി മുത്തശ്ശൻ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പം ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അന്വേഷിച്ച് കണ്ടുപിടിച്ച ആരാണോ ആ കുട്ടിയുടെ അച്ഛൻ, അത് അഭിയാണോ അതോ ഇനി അനിയാണോ അല്ല നീയാണോ എന്നൊക്കെ തെളിയിക്കണമല്ലോ. അപ്പൊ നമ്മുടെ നയനെ വീണ്ടും പറയാ, ആദർശേട്ടാ ദേ, അല്ല ആദർശേട്ടാ എന്നല്ല, കിരണേട്ടാ ദേ, എന്റെ ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് 100% വിശ്വാസമുണ്ട് എന്റെ ആദർശേട്ടൻ പത്തരമാറ്റ് സ്വർണ്ണമാണെന്ന്. ഒരിക്കലും ആദർശേട്ടൻ നിരക്കാത്തത്, അതായത് ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെയുള്ളൊരു പരിപാടി കാണിക്കില്ല. അത് എന്റെ വിശ്വാസം മാത്രമല്ല, മുത്തശ്ശനും അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ മുത്തശ്ശനും ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. ഏതായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ആദർശേട്ടന്റെ ഒപ്പം അതുപോലെ കിരണേട്ടന്റെ ഒപ്പം ഞാനും ഉണ്ട് ഇതിനായിട്ട്. കുട്ടിയുടെ അച്ഛൻ ആരാണ്, അനഘ എന്തിനാണ് അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോളാണ് എന്ന കുട്ടിയെ വിട്ട് പറയിപ്പിച്ചത്, ഫോൺ വിളിച്ച് പറയിപ്പിച്ചത്, അതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ അറിയാൻ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊക്കെ നമ്മുടെ നയന പറയാണ്. ഏതായാലും ആദർശന് ഭയങ്കര ആശ്വാസമായിട്ടോ. അങ്ങനെ ആദർശൻ നയനോട് പറയുന്നുണ്ട്, സത്യമായിട്ടും ഇത്രയും ദിവസം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു നയന. ഇന്ന് വേണം എനിക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാന്. പിന്നെ ആ ഉറക്കത്തിനിടയിലും എൻ്റെ കാതിലിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുക, ചന്തുമോളുടെ അച്ഛൻ ആരാണ് എന്ന്. അതിന് തെളിവുകൾ സഹിതം നമ്മൾ നിരത്തേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പം അഭി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അതാരാണെങ്കിലും തെളിവുകൾ സഹിതം നമുക്ക് കാണിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പം നിന്റെ ആദർശേട്ടനായിരിക്കും അവിടെ കുരുങ്ങുക. ആദർശേട്ടൻ കുരുങ്ങാനൊന്നും പോകുന്നില്ല, അത് ഞാൻ 100% ഉറപ്പ് തരാണ്. ആദർശേട്ടൻ കുരുങ്ങില്ല. കാരണം ഒരിക്കലും മൂടി വെക്കാൻ പറ്റുന്നതല്ല ഈ കള്ളത്തരം. അതെന്നാണെങ്കിലും മറ നീക്കി പുറത്തു വരും. കിരണേട്ടൻ പറഞ്ഞതുപോലെ അഭിയുടെ ഒരു മുടിയും അതുപോലെ ചന്തുമോളുടെ ഒരു മുടിയും ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളും സംശയങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശനെ പറഞ്ഞ് ആദർശൻ ഇങ്ങനെ ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. ഏതായാലും വീട്ടിലെത്തിയ നയനൻ നേരെ ചെല്ലുന്നത് മുത്തച്ഛൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ മുത്തച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതേ കൊച്ചുമോനും മുത്തച്ഛനും കൂടെ ഈ മോളോട് ഒരു കാര്യം പറയാതിരുന്നല്ലേ? എനിക്ക് മാത്രമല്ല ഇപ്പം കള്ളത്തരവും ഒളിപ്പിച്ചു വെക്കാനുള്ള കഴിവ് ഈ നിൽക്കുന്ന മുത്തശ്ശനും ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശനൊന്ന് നോക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അപ്പൊ ആദർശ് പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശ എല്ലാം ഞാൻ നയനോട് തുറന്നു പറഞ്ഞു. ആണോ? അല്ല എന്നിട്ട് മോൾ എന്തു പറയുന്നു? ഞാൻ എന്തു പറയാനാ, ഈ മുത്തച്ഛന് ആദർശിനെ വിശ്വാസമാണോ? അല്ലേ? അപ്പൊ പിന്നെ ഈ നയനെ ആദർശനെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാന് നയനെ ആവോ മുത്തശ്ശ? എനിക്കറിയായിരുന്നു മോളെ, നീ ആദർശനെ വിശ്വസിക്കുന്ന. എനിക്കും അറിയാം ഇതിൽ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട്. ആരൊക്കെയോ നമ്മളെ ചതിക്കുന്നുണ്ട്, ആരൊക്കെയോ മറഞ്ഞു നിൽപ്പുണ്ട്. അവരാരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ കാര്യം ഇവിടെ സംസാരിക്കാനെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും അതുപോലെ ആദർശനോടും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലൊരാളുണ്ട്. ആ ആള് അഭി തന്നെയാണോ എന്ന് എനിക്കും ചെറിയ സംശയം ഇല്ലാതില്ല. കാരണം അവന് സ്വയം കുറ്റമല്ല ഏറ്റെടുക്കാന്ന് അന്ന് തന്നെ പറഞ്ഞായിരുന്നു. ഒരിക്കലും അഭി അങ്ങനെ സ്വയം കുറ്റം ഏറ്റെടുക്കില്ല. അപ്പൊ പിന്നെ അവൻ എന്താണ് ചെയ്യുന്നത്? അതില് എനിക്കും സംശയമുണ്ട് മോളെ. മുത്തച്ഛന് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നമുക്ക് പരിഹരിക്കാമല്ലോ. അതിലാണല്ലോ ഞങ്ങളിപ്പോ ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത്. മുത്തച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട.
ഈ നയനമോൾ എന്നും ആദർശേട്ടന്റെ കൂടെ തന്നെ കാണും. ആ അത് എനിക്കറിയാം. മോളെപ്പോലെ ഒരു പെൺകുട്ടി ഈ അനന്തപുരി തറവാട്ടിലേക്ക് വന്നതേ ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാ. ഞങ്ങൾ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യ. അത്രയൊക്കെ വേണോ മുത്തശ്ശ? ഇത്രയൊക്കെ തന്നെ വേണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും വരികയാണ്. ഏതായാലും മുത്തശ്ശിയും പറഞ്ഞു, നീയല്ലേ ഞങ്ങളുടെ അനന്തപുരി തറവാട്ടിന്റെ നിലവിളക്ക്. ദേ ഞങ്ങളൊക്കെ ആദ്യം ഈ വീട്ടിലെ നിലവിളക്ക് നിന്റെ അമ്മയാന്ന് ഓർത്തായിരുന്നത്. നിന്റെ അമ്മായിയമ്മ അത്രയ്ക്കധികം നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. പക്ഷെ നീ വന്നതോടുകൂടി നിന്റെ അമ്മായിയമ്മയുടെ നല്ല ഗുണങ്ങളൊക്കെ അങ്ങ് മാറിപ്പോയി. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ആ അമ്മായിയമ്മ നേരെ തിരിച്ചു വന്നിട്ടുണ്ട്, മരുമോളോടൊപ്പം കൂടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശന് വലിയൊരു ആശ്വാസമൊക്കെയാണ്. ഏതായാലും ആദർശം അങ്ങ് മാറിപ്പോയി. ഈ സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നത്. ഏതായാലും ദേവയാനി വന്ന ഉടനെ തന്നെ നമ്മുടെ നയനയോട് ചോദിച്ചു, അല്ല മോളെ എന്താ നടന്നത്? എന്തെങ്കിലും അവൻ നിന്നോട് പറഞ്ഞോ? എന്നോട് പറഞ്ഞു, പറയേണ്ടതൊക്കെ എന്നോട് പറഞ്ഞു. അല്ല മോളെ പറ എന്താ പറഞ്ഞത്? അത് പിന്നെ വേറൊന്നുമല്ല പറഞ്ഞത്, നമുക്കിപ്പം ആദ്യം കണ്ടുപിടിക്കേണ്ടത് ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നാണ്. അതേതായാലും നമുക്ക് ഉടനെ കണ്ടുപിടിക്കണം. അത് കഴിയുമ്പോഴത്തേക്കും ബാക്കി എല്ലാ കാര്യവും ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞോളാം. ഇനിയിപ്പം തുറന്നു പറയാനായിട്ടൊന്നുമില്ല, എങ്കിലും അതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഏതായാലും ആദർശേട്ടൻ ഇനി സങ്കടപ്പെടാതിരുന്ന പോരെ. ആദർശേട്ടൻ ഇനി ഒരു കാരണവശാലും സങ്കടപ്പെടുകയോ നമ്മളെയൊക്കെ വെറുപ്പിക്കുകയോ ചെയ്യില്ല. ആദർശേട്ടന് ഇനി നല്ല രീതിയിൽ തന്നെ പഴയ ആദർശേട്ടൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. ആദർശേട്ടൻ അമ്മയുടെ പഴയ മകനും എൻ്റെ ആ പഴയ ഭർത്താവൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അത് ഈ നയന കണ്ടുപിടിച്ചിരിക്കും. അത് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നമ്മ കരുതിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, മോളെ എന്താ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ഈ നയന എന്തെങ്കിലും ഈ വീടിന് നിരക്കാത്തത് ഈ വീടിന് ദോഷമാകുന്നത് ചെയ്യുവോ? അതുപോലെ അമ്മയുടെ മകന് ദോഷമാകുന്നത് ചെയ്യുവോ? അമ്മയ്ക്ക് ദോഷമാകുന്നത് ചെയ്യുവോ? ഇല്ല, അതെനിക്കറിയാം മോളെ. എങ്കിൽ പിന്നെ ഈ കാര്യം അമ്മയ്ക്കോ അമ്മയുടെ മകനോ നമ്മുടെ കുടുംബത്തിനോ ഒന്നും ദോഷമാകുന്ന കാര്യമല്ല. ചന്തുമോൾ എന്തിയെ? ചന്തുമോള് കണ്ടില്ലല്ലോ. അതോ ചന്തുമോൾ അവിടെ എവിടെയുണ്ട്? അവൾക്ക് കുറെ കഥകൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതൊന്നും അവൾക്ക് പിടിക്കുന്നില്ല. നയനാമ്മ വന്നിട്ട് നയനാമ്മയുടെ കഥ കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടങ്ങോട്ട് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയത്ത് നയന നമ്മുടെ ചന്തുമോളുടെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ ചന്തുമോളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചന്തുമോള് നയനമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ നയന, അല്ല ചന്തുമോള് കഥയൊന്നും കേട്ടില്ല ഇന്ന്? ഒരുപാട് കഥ എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നു. പക്ഷേ നയനമ്മ പറഞ്ഞു തരുന്ന കഥയാ എനിക്കിഷ്ടം. ആണോ? എങ്കിൽ പിന്നെ ഞാനൊരു കഥ പറഞ്ഞു തരാം. അപ്പൊ അഭി വന്നു കേട്ടോ. അഭി വന്നിട്ട് എന്തു പറ്റി? രണ്ടുപേരും കൂടെ കഥ പറച്ചിലാണോ? അതേന്നേ, മോൾക്ക് കഥ പറഞ്ഞു കൊടുക്ക അഭി. അല്ല അഭി നയനേച്ചി കാണാൻ പോയായിരുന്നോ? ഞാന് നയനേച്ചി നല്ലട്ടോ, സോറി, നവ്യേച്ചിനെ കാണാൻ പോയായിരുന്നോ? ഞാൻ കാണാൻ പോയായിരുന്നു. അല്ല മോൻ സുഖമായിട്ടിരിക്കുന്നോ? മോനും സുഖമായിട്ടിരിക്കുന്നു. ഇവിടത്തെ മോന്റെ മുത്തശ്ശിനെ പോലെ തന്നെ ആണല്ലേ? എങ്കിൽ പിന്നെ ഞാനേ ചന്തുമോൾക്ക് കുറച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. ഒരു ചതിയന്റെ കഥയാ, ഒരു ചതിയന്റെ കഥ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭി, ചതിയന്റെ കഥയോ? ചതിയന്റെ കഥ തന്നെ. ആൾമാറാട്ടം നടത്തിയ ചതിയന്റെ കഥ. അതൊക്കെ ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഏതായാലും അഭി ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് പോക്കോ. എങ്കിൽ പിന്നെ ഞാൻ പോവാ, ടാറ്റാ ബൈ ബൈ ചന്തുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് ചിരിച്ചോണ്ടങ്ങ് നമ്മുടെ അഭി എന്തോ നേടിയെടുത്തതുപോലെ അങ്ങ് പോവാണ്. പക്ഷേ നമ്മുടെ നയനയ്ക്കറിയാം അഭിയുടെ ചതി തന്നെയാണ് ആദർശിനെ ഈ വിധത്തിലാക്കി തീർത്തത് എന്ന്. ഏതായാലും നമ്മുടെ നയന മാറി നിൽക്കത്തൊന്നുമില്ല. ഇനിയിപ്പൊ നയനയുടെ ഒരേ ഒരു പ്രയത്നം എന്ന് പറയുന്നത്, ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ. രാവിലെ തന്നെ ഫുൾ വിശേഷം ഇടുവേ. നയനയുടെയും ആദർശിന്റെയും കഥ, നാളത്തെ കഥ ഇപ്പൊ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടേ. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ കഥ നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് വിക്രത്തിന്റെയും വേദയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമോയും കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ സപ്പോർട്ടും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.